ട്രേഡിങ്ങിലേക്കൊരു തുടക്കക്കാരനായ ഒരു വ്യക്തി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ചായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. വാട്ട് ഈസ് ട്രേഡിംഗ്? എന്താണ് ട്രേഡിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ടൈപ്പ് ഓഫ് ട്രേഡിംഗ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. തേർഡ് വൺ, വേർ ക്യാൻ യു ട്രേഡ്? എവിടെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം, ഏതൊക്കെ മാർക്കറ്റുകൾ നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ആയിരിക്കും. വാട്ട് ഈസ് ട്രേഡിംഗ്? എന്താണ് ട്രേഡിംഗ്? ട്രേഡിംഗ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്. ഇപ്പോൾ ട്രേഡിങ്ങിന് സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ്, ഇപ്പോൾ ട്രേഡിംഗ് എന്താണ്? വിൽക്കുക, വാങ്ങുക. എന്തെങ്കിലും സാധനം വിൽക്കുക, വാങ്ങുന്നതിനാണ് ട്രേഡിംഗ് എന്ന് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ വിൽക്കുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ അസറ്റ്സുകളാണ്. അത് നമുക്ക് സ്റ്റോക്കുകളാകാം, ബോണ്ടുകളാകാം, കമ്മോഡിറ്റീസ് ആകാം, കറൻസീസ് ആകാം. ഇതൊക്കെ നമ്മൾ വിൽക്കുകയും വാങ്ങുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രേഡിങ്ങിലൂടെ എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്? അതാണ് സെക്കൻഡ് വേ. ദ ഗോൾ ഓഫ് ട്രേഡിംഗ് ഈസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻ. പ്രൈസിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ, ഈ ഏറ്റക്കുറച്ചിലുകളാണ് പ്രോഫിറ്റായിട്ട് ലോസായിട്ട് കൺവേർട്ട് ആകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിച്ച്, അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അസറ്റ് മേടിച്ചെന്ന് വിചാരിക്കുക. അതിലൊരു 1 പോയിൻറ്റ് മൂവ്മെൻറ്റ് മുകളിലേക്കുണ്ടായി. 100 രൂപയ്ക്ക് മേടിച്ച് 101 രൂപയിലേക്ക് ഗ്രോ ചെയ്തു. അപ്പോൾ ആ ഒരു 1 പോയിൻറ്റ് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുമ്പോഴാണ് 1 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാകുക. അതുപോലെ താഴേക്ക് പോകണമെങ്കിൽ ലോസ് ക്യാച്ചപ്പ് ചെയ്ത് ആണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. സെക്കൻഡ് വൺ, ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ആണുള്ളത്? ഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷൻ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ട്രേഡിംഗ് ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഈ ട്രേഡിംഗ് ടേംസിലേക്ക് നമുക്കൊരു ഇൻഡെപ്ത് ആയിട്ടൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് ഇൻട്രാ ട്രേഡിംഗ് എന്നും പറയാറുണ്ട്. ഡേ ട്രേഡിംഗ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് അസറ്റ് വിത്തിൻ ദ സെയിം ഡേ. ഒരു ദിവസം തന്നെ നമ്മളൊരു ഫൈനാൻഷ്യൽ അസറ്റുകളാണ് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് എക്സാമ്പിൾ എടുക്കും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് രാവിലെ അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഉണ്ട്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ഇതിൻ്റെ ടൈമിംഗ്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ നിങ്ങൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്യണം. നിങ്ങളൊരു 10 മണിക്ക് മേടിച്ച് എന്നിട്ട് നിങ്ങൾ ലോസിലാണ്, അതുകൊണ്ട് നിങ്ങൾ 3:30 ആയതുകൊണ്ട് വിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 3:30 ആകുമ്പോൾ സ്ക്വയർ ഓഫ് ആയി. സ്ക്വയർ ഓഫ് മീൻസ് അത് വിറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ അത്ര നമ്മൾ ലോസ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ട്, അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആകുന്നത് ആയിരിക്കും. പിന്നെ സ്ക്വയർ ഓഫ് ആകുമ്പോൾ അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ, ഫൈനും ചാർജസും ഒക്കെ പിടിക്കുന്നതായിരിക്കും, ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ സ്ക്വയർ ഓഫ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മണിയാണെന്ന് തോന്നുന്നു, മിക്ക ബ്രോക്കേഴ്സ് 3 മണിയൊക്കെയാണ്. 3 മണിക്ക് മുമ്പ് കൃത്യമായിട്ട് സെൽ ഓഫ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ. അപ്പോൾ സെയിം ഡേ ബൈ ചെയ്യുന്ന സെൽ ചെയ്യുന്നൊരു പ്രോസസ്സിനെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എയിംസ് ടു പ്രോഫിറ്റ് ഫ്രം സ്മോൾ പ്രൈസ് മൂവ്മെൻറ്റ് ത്രൂ ഔട്ട് ദി ഡേ. ഒരു ചെറിയൊരു പ്രൈസ് മൂവ്മെൻറ്റാണ് നമ്മൾ ക്യാച്ചപ്പ് ചെയ്യുക. ഒരു ലോങ് ടേം ട്രേഡിംഗ് ഒരു 100% അല്ലെങ്കിൽ 50% ഒക്കെ ആയിരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. ബട്ട് ലോങ് ടേം ട്രേഡിംഗ്, ഇത് ഇൻട്രാഡേ ട്രേഡിംഗ്, ഇതിനകത്ത് മെയിൻലി ക്യാച്ചപ്പ് ചെയ്ത് 1%, 5% ഒക്കെയാണ് മെയിൻലി ക്യാച്ചപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് നിങ്ങൾ രാവിലെ ഒരു 10 മണി 11 മണിയായപ്പോൾ മേടിച്ചെന്ന് വിചാരിക്കുക സ്റ്റോക്ക്. അതൊരു ഉച്ച തിരിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ അതൊരു 100 രൂപയ്ക്ക് 102 രൂപയിലെത്തി, അല്ലെങ്കിൽ 103 രൂപയിലെത്തി. അപ്പോൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 2 രൂപ 3 രൂപ പ്രോഫിറ്റ് കിട്ടും. ആ ഒരു പ്രോസസ്സാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സെയിം ഡേ മേടിക്കുക, സെയിം ഡേ തന്നെ വിൽക്കുക, അതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഈ ഡേ ട്രേഡിങ്ങിലേക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം വരും. രാവിലെ 9:30 മുതൽ 3:30 വരെ നമ്മൾ ആക്റ്റീവായിട്ട് മാർക്കറ്റ് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യാനും സാധിക്കത്തുള്ളൂ. റിസ്ക് ഒരു ഹൈ റിസ്ക് ആണ്. കാര്യം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ല. ഈ മണിക്കൂറുകൾ നമ്മൾ എന്നെ എടുക്കണം, ബൈ ചെയ്യണം, സെല് ചെയ്യണം, ഹോൾഡ് ചെയ്യണം, അല്ലെ എസ് ട്രയൽ ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ എടുക്കണം. റിസ്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരുമ്പോൾ ഇത്തിരി ഹൈ ആണ്. റിസ്ക് ഇത്തിരി ഹൈ ആയിട്ട് വരും ഡേ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. നെക്സ്റ്റ് വൺ സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന പേര് തന്നെ സ്വിങ്ങുകളാണ് നമ്മളിവിടെ ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്വിംഗ് ട്രേഡിംഗ് ഹോൾഡ് പൊസിഷൻ ഫോർ എ ഫ്യൂ ഡേയ്സ് ഓർ വീക്ക്, ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് മീഡിയം ടൈം പ്രൈസ് മൂവ്മെൻറ്റ്. സ്വിംഗ് ട്രേഡിംഗ് അല്ല ഷോർട്ട് ടേം ട്രേഡിംഗ് എന്നൊക്കെ ചിലർ പറയും. ഒരു വർഷത്തിന് താഴെ ട്രേഡ് ചെയ്യുന്ന, അല്ല ഒരു വർഷത്തിന് താഴെ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് മെയിൻലി പറയുന്നത്. ITR ഒക്കെ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്താണ് ഇത് വരുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ദിവസത്തേക്ക്, ആഴ്ചത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കുകളാകാം, കമ്മോഡിറ്റീസ് ആകാം, അങ്ങനെ ഏതെങ്കിലും ഫൈനാൻഷ്യൽ അസറ്റുകളാകാം നിങ്ങൾ ഹോൾഡ്. അത് കുറച്ച് ദിവസങ്ങളിലത്തേക്ക്, ആഴ്ചകളിലത്തേക്ക്, മാസത്തേക്ക് ഹോൾഡ് ചെയ്യുന്നൊരു പ്രോസസ്സിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് സ്വിങ്ങുകളാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാ ഇറക്കത്തിനും ഒരു കയറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇറക്കത്തിൽ കയറിയിട്ട് കയറ്റത്തിൽ പോയി ഇറങ്ങുക എന്നൊരു പ്രോസസ്സാണ്. ബട്ട് പറയുമ്പോൾ സിമ്പിളാണ്, ബട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് നിങ്ങളുടെ റൂൾസ് എന്താണ്, ആ റൂൾസുകൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ ആക്കി തീർക്കാൻ സാധിക്കുള്ളൂ. കൃത്യമായിട്ട് ഡിസിപ്ലിനും കൂടെ വേണം. ഡേ ട്രേഡിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡ് ഇത്തിരി സ്ട്രെസ് ഫ്രീ ആണ്. കാര്യം നമുക്ക് ഡിസിഷൻ എടുക്കത്തിനുള്ള ടൈമുണ്ട്.
ഡേ ട്രേഡിങ്ങിലപ്പോൾ കുറച്ച് മണിക്കൂറുകളിൽ തന്നെ നമ്മൾ എന്തെടുക്കണം, സെല് ചെയ്യണോ, ഹോൾഡ് ചെയ്യണോ, അതേപോലെ ബൈ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കണമെന്നില്ല. നമുക്ക് കൃത്യമായി കുറച്ച് ടൈമുണ്ട്. ഓഫ് ദി മാർക്കറ്റൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം സ്റ്റോക്കിനെ കുറിച്ച്. പിന്നെ ഇവിടെയുള്ള റിസ്ക് ഒരെണ്ണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ മാർക്കറ്റ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഇവൻറ്റ് നടന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് ന്യൂസോ അല്ല എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ കുറിച്ച് ന്യൂസ് വരെ രാവിലെ 9:30 നിങ്ങളുടെ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യും, അത് കുത്തിനെ താഴെ ഇടിഞ്ഞ് കിടക്കുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിസ്കുകളുണ്ട്. ബട്ട് അങ്ങനെ എപ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമല്ല. പിന്നെ നമ്മൾ ഡേ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആണ്. നമുക്ക് ഇത്തിരി കൂടെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസിഷൻസിന് കിട്ടും. അങ്ങനെ വെച്ചാൽ കുറേ ടൈം കിട്ടുമെന്നല്ല ഉദ്ദേശിച്ചത്. കൃത്യമായ ഡിസിഷൻസ് എടുക്കണം. എന്നാൽ പോലും നമുക്ക് ഇത്തിരി കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ടൈമിൽ നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ ജസ്റ്റ് ലിമിറ്റ് ഓർഡറൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൈം ഓട്ടോമാറ്റിക്കായി സെൽ ഓഫ് ചെയ്തോളും. മിക്ക ബ്രോക്കേഴ്സ് അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ട്രേഡിംഗ് ഫോക്കസ് ഓൺ ക്യാപ്ചറിങ് ട്രെൻഡ്സ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ട്രെൻഡ്സിനാണ് ഇവിടെ ക്യാച്ചപ്പ് ചെയ്യുന്നത്. അപ്പോൾ പലരും പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട്. ചിലർ സപ്പോർട്ട് റെസിസ്റ്റൻസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, SMC, ICT അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടെ ട്രേഡ് ചെയ്ത് ഇപ്പോൾ വോളിയം അനാലിസിസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ MACD ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് സഹായത്തോടെ ട്രേഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ബേസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്, ആ സ്ട്രാറ്റജി റൂൾസുകൾ എന്താണ്, ആ റൂൾസ് നിങ്ങളെ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് മാത്രമുള്ള സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പൊസിഷണൽ ട്രേഡിംഗ്. പൊസിഷണൽ ട്രേഡിംഗ് ലോങ് ടേം ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. പൊസിഷണൽ ട്രേഡിംഗ് ഹോൾഡ്സ് ദ ട്രേഡ് ഫോർ മന്ത്സ് ഓർ ഈവൻ ഇയേഴ്സ് ഫോക്കസിങ് ഓൺ ലോങ് ടേം ട്രെൻഡ്സ്. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിനെ വെച്ച് ഹോൾഡ് ചെയ്യുന്നതാണ് പൊസിഷണൽ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്കുകളാണ് മെയിൻലി എല്ലാവരും പൊസിഷണൽ ട്രേഡിങ്ങിനായിട്ട് എടുക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഒരു വലിയൊരു റാലി നടത്തുകയായിട്ട് കണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു റിട്രീസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും 2024 നല്ല റാലി ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിച്ചു. അതിനുള്ള മെയിൻ കാരണം സെക്ടറിലുള്ള ഒരു ബൂമാണ്. വെഹിക്കിൾസ് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം ടാറ്റ മോട്ടോഴ്സ് കാർസ് നല്ല രീതിയിൽ സെയിൽസ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നല്ല രീതിയിൽ റാലി നമുക്ക് കാണാൻ സാധിച്ചു. അതേപോലെ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്റ്റോക്ക്, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എക്സാമ്പിളായിട്ട് എടുത്തോളൂ. ഇതേപോലെ കുറേ അധികം സ്റ്റോക്ക്. അപ്പം നിങ്ങളിവിടെ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുക, ടെക്നിക്കൽ അനാലിസിസ് നടത്തുക, ഹിസ്റ്റോറിക്കൽ ട്രെൻഡുകൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡുകൾ പിക്കപ്പ് ചെയ്യുക. അത് നിങ്ങൾ മാസത്തേക്കോ വർഷങ്ങളിലേക്കോ ഹോൾഡ് ചെയ്യുന്നൊരു പ്രോസസ്സിന് പൊസിഷണൽ ട്രേഡിംഗ് അല്ല ലോങ് ടൈം ട്രേഡിംഗ് എന്ന് പറയും. ദിസ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഞാൻ പറഞ്ഞ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് മെയിൻ ഫാക്ടേഴ്സ്. ROI തുടങ്ങിയ EPS അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ്, P&L സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, എന്താണ് കമ്പനിയുടെ നെക്സ്റ്റ് 5 ഇയേഴ്സിൻ്റെ വ്യൂ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ ഫണ്ടമെൻ്റൽ റേഷ്യോസ് അല്ല ഫണ്ടമെൻ്റൽ അനാലിസിസും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള അനാലിസിസ് വേണം. ചുമ്മാ ബ്ലൈൻഡ്ലി പോയി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് ലോസുകൾ ഉണ്ടാകാനും സാധ്യത. അപ്പോൾ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് റിക്വയർസ് പേഷ്യൻസ് ആൻഡ് ലോങ് ടേം പെർസ്പെക്റ്റീവ്. കൃത്യമായിട്ട് ഇന്ന് നമുക്ക് മേടിച്ച് നാളെ നമുക്ക് 10% 100% ഒന്നും പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് 100% വരെ മൊമെൻറ്റം കിട്ടിയ സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, കൃത്യമായ അനാലിസിസും കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാനെടുക്കുന്ന എല്ലാ സ്റ്റോക്കും 100% പോകും എന്നല്ല. ബട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട്. നമ്മുടെ 100% ഇട്ട് ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്ത് കൃത്യമായിട്ട് അനാലിസിസ് എല്ലാം ചെയ്ത് എല്ലാ ചെക്ക് ബോക്സും ചെക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ന്യൂസസോ വോളറ്റിലിറ്റി ഒന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആ സ്റ്റോക്കിനും പെർട്ടിക്കുലർ വലിയ ന്യൂസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ വന്നില്ല, നമുക്കൊരു ആവറേജ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ലോങ് ടേം അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡിംഗ്. നെക്സ്റ്റ് സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ സ്കാൽപ്പിംഗ് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് പോലെ തന്നെയാണ്. ബട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് നമ്മൾ ഹോൾഡ് ചെയ്ത ഒരു ദിവസത്തേക്കായിരിക്കും. ബട്ട് സ്കാൽപ്പിങ്ങിലേക്ക് ഒരു 1 മിനിറ്റത്തേക്ക് 1 മണിക്കൂറത്തേക്കായിരിക്കും നമ്മൾ ഹോൾഡ്. ക്വിക്കായിട്ട് നമ്മൾ ചില സെക്കൻഡുകൾ കൊണ്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നത്. സ്കാൽപ്പിംഗ് ഇൻവോൾവ്സ് മേക്കിംഗ് മൾട്ടിപ്പിൾ സ്മോൾ ട്രേഡേഴ്സ് ടു ക്യാപ്ചർ ടൈനി പ്രൈസ് ചേഞ്ച്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 100 രൂപയ്ക്ക് സ്റ്റോക്ക് മേടിച്ചു, 100 രൂപ 50 പൈസ അല്ലെങ്കിൽ 100 രൂപ 20 പൈസക്കൊക്കെ വിൽക്കുക. ചെറിയൊരു പ്രൈസ് ഫ്ലക്ച്വേഷൻ 20 പൈസയുടെയോ 30 പൈസയുടെ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ക്യാച്ചപ്പ് ചെയ്യുന്നതാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇത് നിങ്ങളൊരു പ്രോഫിറ്റബിളായിട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. ടാക്സസ് വരുന്നുണ്ട്, ടാക്സസും ബ്രോക്കറേജും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സ്കാൽപ്പിംഗ് ക്വിക്കായിട്ടുള്ള ഡിസിഷൻ, ക്വിക്കായിട്ടുള്ള, ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് പേസ്ഡ് സ്ട്രാറ്റജി ദാറ്റ് റിക്വയർസ് ഹൈ ഫോക്കസ് സ്പെക്കുലേഷൻസ്.
കൃത്യമായിട്ട് ഓർഡർ ഫുൾഫിൽ ബട്ടനെ കൈ വെച്ചേക്കുക. കാരണം ഒരു ചെറിയൊരു പോയിന്റ് മൊമെൻ്റ് വേണം നമ്മളവിടെ സെല്ല് ചെയ്യും പറ്റത്തില്ല. പിന്നെ കൃത്യമായിട്ടൊരു മൈൻഡ് കൺട്രോളും കൂടെ വേണം എന്നെനിക്ക് തോന്നുന്നു. മുകളിലേക്ക് ഒരു മൊമെൻ്റ് വരെ പെട്ടെന്ന് വിൽക്കാൻ ടെൻഡൻസി വരും. താഴേക്ക് മൊമെൻ്റ് വരെ വിൽക്കണമെന്നൊരു സംശയം വരുന്ന തോട്ട് പോയിന്റിൽ നിങ്ങൾ വരും. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്കാൽപ്പിങ്ങിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇത്ര രൂപ താഴേക്ക് ഉറപ്പായിട്ട് ഞാൻ വിറ്റിരിക്കുമെന്ന് ഒരു പ്രീ പ്ലാനിങ് ഉണ്ടായിരിക്കണം. സ്കാൽപ്പിങ് ചെയ്യുമ്പോൾ കൃത്യമായി മണി മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്കാൽപ്പിങ് നമ്മൾ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സുകളിലേക്കോ മിനിറ്റ്സുകളിലേക്കോ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ സെൽ ഔട്ട് ചെയ്തിരിക്കണം. ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ സ്കാൽപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർ ക്യാൻ യു ട്രേഡ്? എവിടെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം? അപ്പോൾ എന്തൊക്കെ ട്രേഡിംഗ് ഉണ്ട്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി എവിടെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നും കൂടെ മനസ്സിലാക്കാം. ഫോറക്സ് ട്രേഡിംഗ്. അപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് ഇന്ത്യ ബാൻഡാന്നൊക്കെ ചില വീഡിയോസൊക്കെ ഉണ്ട്. ശരിക്കും ഫോറക്സ് ട്രേഡിംഗ് ഇന്ത്യ ബാൻഡല്ല. ബട്ട് അത് കുറേ റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് മനസ്സിലാക്കണോ എന്നുള്ളൂ. ഫോറക്സ് മാർക്കറ്റ് ഈസ് ഓപ്പൺ 24 എ ഡേ 5 days. അപ്പോൾ 24 hours ഓപ്പൺ ആയ ഒരു മാർക്കറ്റ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതിനോടെ വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സാധനം ഫോറക്സ് മാർക്കറ്റ്. ബട്ട് ഫോറക്സ് കുറേ റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമേ ഫോറക്സിലേക്ക് വരണം. അതിനെക്കുറിച്ച് ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് വീഡിയോ ഞാൻ അടുത്തതിന് പറ്റുമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ചെയ്യാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഫോറക്സ് ട്രേഡിങ് 24/5 ആണ്. നമുക്ക് 24 മണിക്കൂറും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആണ്. 5 ദിവസത്തേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. അത്യാവശ്യം വോളിയംസ് ഉള്ള ഒരു 3 സെക്ഷനുണ്ട്. ഒന്ന് ഏഷ്യൻ സെക്ഷൻ, യൂറോപ്യൻ സെക്ഷൻ, അല്ലെങ്കിൽ US സെക്ഷൻ. ഈ സെക്ഷൻസിലാണ് അത്യാവശ്യം ഒരു വോളിയം മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമുകളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വോളിയം കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം മൊമെൻ്റം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ട്രേഡ് ചെയ്യുന്ന കറൻസി പെയർസുകളാണ്. നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കുകളായിരിക്കും. അതുപോലെ ഫോറക്സ് മാർക്കറ്റിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കറൻസി പെയറുകളായിരിക്കും. അപ്പോൾ കറൻസി പെയർ ഇപ്പോൾ മെയിനായുള്ള കറൻസി പെയറുകളാണ് യൂറോ USD, JBP USD, JBP INR, യൂറോ INR തുടങ്ങിയ പെയർസുകളൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിലെല്ലാം കുറേ അധികം കറൻസി പെയേഴ്സ് ഉണ്ട്. അത്യാവശ്യം വോളിയമുള്ള കറൻസി പെയേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്ലേലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. A to Z ഗൈഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്രിപ്റ്റോ കറൻസി അല്ല ക്രിപ്റ്റോ കറൻസി മാർക്കറ്റാണ്. 24/7. നേരത്തെ ഫോറക്സ് 24/5 ആയിരുന്നു. ബട്ട് ക്രിപ്റ്റോ കറൻസി 24/7. ബട്ട് യൂഷ്വലി ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ വലിയ രീതിയിൽ വോളിയം ഉണ്ടാകാറില്ല. പിന്നെ നമുക്കിതിൻ്റെ ഈ ടൈമിങ്ങാണ് എല്ലാവരും ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആകർഷിപ്പിക്കുന്ന ഫാക്ടർ. 24/7 ഒക്കെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്താലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ അകത്ത് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു മാർക്കറ്റ്. കുറച്ച് നാൾ ഈ ട്രേഡിംഗ് ചാർട്ട്സ് അനലൈസ് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് നാൾ ട്രേഡിങ് ഹാങ് ഔട്ട് ചെയ്തൊരു വ്യക്തിയാണ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലാണോ എന്ന്. ബട്ട് നിങ്ങൾ കൃത്യമായിട്ട് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. പിന്നെ ഒരു മെയിൻ പെയേഴ്സാണ് ബിറ്റ്കോയിൻ, എത്തേരി ഒക്കെ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള കോയിൻസ്. ഇതല്ലാതെ വേറെ കുറേ കോയിൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണുക. ട്രേഡ് ചെയ്യുന്ന അത്യാവശ്യം ബിറ്റ്കോയിൻ, എത്തേരിനൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുക. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ രീതിയിൽ പാർഷ്യൽ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് മേടിച്ചിടാം. ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. ബട്ട് ട്രേഡിങ്ങിനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കൃത്യമായിട്ട് പഠിക്കണം. പഠിക്കാതെ ക്രിപ്റ്റോ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കയ്യിലേക്ക് പൈസ മൊത്തം നഷ്ടപ്പെടാനുള്ള സാധ്യത. കാരണം ഹൈ ലിവറേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറേയധികം ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 10 രൂപ ഉണ്ടെന്ന് 100% ലിവറേജ് ഒക്കെ തരുന്ന ബ്രോക്കേഴ്സ്. ലിവറേജ് ഒക്കെ അത്ര എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലോസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക മാർക്കറ്റിനെ പറ്റി. ക്രിപ്റ്റോ കറൻസി ഹൈലി വോളറ്റൈൽ, പറഞ്ഞ പോലെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ട്രെൻഡ് റെഗുലർലി എൻവയോൺമെൻറ്റ് ആൻഡ് ബിഫോർ ട്രേഡിങ്. കൃത്യമായിട്ട് ക്രിപ്റ്റോ കറൻസിയിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ട്രേഡ്, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പാറ്റേൺസുകൾ എന്താണ്, എന്തൊക്കെ ട്രെൻഡുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റിൽ എത്തുമ്പോൾ ഇനിഷ്യൽ സെക്ഷൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്തൊക്കെ ഒരു ഓവർലാപ്പുകളാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടുള്ള നോളേജ് ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് ഒരിക്കലും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാതെ നീന്തൽ പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ട്രേഡിങ്ങിലൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ബട്ട് നമുക്ക് ബേസിക്സ് ഇത്തിരി അധികം എക്സ്പോഷറൊക്കെ ആദ്യം നിന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ. നെക്സ്റ്റ് ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. IND മണി പോലത്തെ ബ്രോക്കേഴ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. US സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ മെയിൻലി എനിക്ക് തോന്നുന്നത് US 2 സെക്ഷൻസുകളാണ്. ഒരു മോർണിംഗ് സെക്ഷനും ഒരു ഈവനിങ് സെക്ഷനാണുള്ളത്.
നിങ്ങളുടെ കംഫോർട്ടബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കാര്യമൊക്കെ തന്നെ സാധിച്ചത്. പഠിക്കാതെ ഒരിക്കലും ട്രേഡിങ്ങിലേക്ക് പോകില്ല. അതൊരു മെയിൻ പോയിൻ്റാണ്. നിങ്ങൾ എന്ത് ട്രേഡിംഗ് ആണോ ചെയ്യുന്നത് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് വരുന്നതിന് ഒരു മാസം മുമ്പ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഇതിനെക്കുറിച്ചൊക്കെ ഒരു നോളേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു ബ്രോക്കറേക്ക് അതിനെക്കുറിച്ച് യാതൊരു കാര്യമില്ല, ചുമ്മാ വായിച്ച് ചുമ്മാ സെല്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് സെല്ല് ചെയ്യാൻ ഒരു പോയിന്റ് എത്തി. ബട്ട് നമുക്ക് സെല്ല് ചെയ്യാനുള്ള ബട്ടൺ എവിടെയാണെന്ന് അറിയത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അത് എവിടെയാണ് നമുക്ക് ചെയ്തായിട്ട് തപ്പേണ്ട ഒരു സിറ്റുവേഷൻ വരും. ബട്ട് നിങ്ങൾ ബ്രോക്കർ ഉപയോഗിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ട ഒരു ഇന്നൊരു പോയിന്റ് വെച്ച് സെല്ല് ചെയ്യണം എന്നൊരു തോട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ബട്ടൺ എന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് സെൽ ഓഫ് ചെയ്യാനും സ്കോർ ഓഫ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്ട്രാറ്റജി എടുത്ത് പഠിക്കുക. മാർക്കറ്റിൽ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും സ്ട്രാറ്റജി എടുക്കുക, അത് കൃത്യമായിട്ട് മാസ്റ്റർ ചെയ്യുക, അതിൻ്റെ റൂളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇതിൻ്റെ വിന്നിംഗ് റേഷ്യോസൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. ആദ്യം നിങ്ങൾ കുറച്ച് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. ഒരു പേപ്പർ ട്രേഡിങ്ങിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തു. അതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇത്തിരി അതിന് കോൺഫിഡൻസ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് റിയൽ മണിയിലേക്ക് വെച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആദ്യം ചെറിയ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കമ്മോഡിറ്റി വർക്ക്. ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം 9 മുതൽ 3 വരെയാണ് നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റ് ടൈം. ഈ ടൈം മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വർക്ക് സൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തായിരിക്കും. പിന്നെ നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നിങ്ങൾക്ക് ആ ടൈം ഇവിടെ MCX അല്ലെങ്കിൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ടൈമിംഗ് രാവിലെ 9 മണിക്ക് ഓപ്പൺ ചെയ്യാം, വൈകിട്ട് 11:30 വരെ നമുക്കിതിൻ്റെ ടൈമിംഗ് ഉണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ MCX മെയിൻലി ട്രേഡ് ചെയ്യുന്ന കമ്മോഡിറ്റീസുകളിലായിരിക്കും. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, അതിൽ നാച്ചുറൽ ഗ്യാസ്, ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി ട്രേഡ് ചെയ്തത്. ഇതിൻ്റെ വോളിയം സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ബട്ട് എന്നാലും നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് ഗോൾഡിലാണ് ക്രൂഡ് ഓയിൽ ലെവലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. നെക്സ്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിന് മെയിൻലി നമുക്കുള്ള 2 എക്സ്ചേഞ്ചുകളാണ്. ഒന്ന് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്കൻഡ് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതല്ലാതെ കുറച്ച് എക്സ്ചേഞ്ചുകളുണ്ട് ഇന്ത്യയിലുള്ള. ഇതിന് ട്രേഡിംഗ് അവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ രാവിലെ 9:15 മുതൽ 3:30 വരെയാണ് ഇതിൻ്റെ ട്രേഡിംഗ് അവേഴ്സ് വരുന്നത്. പിന്നെ 5 ദിവസം ട്രേഡിംഗ് അവൈലബിൾ. പബ്ലിക് ഹോളിഡേയ്സ് അവധിയായിരിക്കും. മെയിൻലി ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കുകളിലായിരിക്കും. അതേപോലെ ഇൻഡെക്സ് ഫണ്ടുകൾ, ഇക്വിറ്റി, ഡെറിവേറ്റീവ്സ് ഇവിടെയൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുക നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. ഇക്വിറ്റി, ഡെറിവേറ്റീവ്സുകൾ നിങ്ങളുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ്സ് ഇപ്പോൾ സെൻസെക്സോ നിഫ്റ്റിയോ അങ്ങനെയൊക്കെ ഉള്ളത് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ തന്നെ ഡെറിവേറ്റീവ്സുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. മറ്റ് ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം റിസ്ക് കൂടുതലാണ്. ഒരു ലോട്ടായിട്ട് നമുക്കത് ബൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് അത്യാവശ്യം ഫണ്ട് വേണം. അത്യാവശ്യം വളരെ ഹൈ റിസ്ക് ഡെറിവേറ്റീവ്സിലേക്ക് വരും. അപ്പോൾ ഇത് മെയിൻലി ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ സ്റ്റോക്കുകൾ മേടിക്കത്തില്ല. അപ്പോൾ ലോങ് ടേമിന് വേണ്ടി സ്റ്റോക്കുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡെറിവേറ്റീവ്സ് മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സായിട്ടാണ് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ കൂടെ കണ്ടു നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനെക്കുറിച്ച് ബേസിക് നോളജും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. താങ്ക് യു.